എല്ലാവർക്കും മലവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെടി, ബ്ലാത്ത് ബുദ്ധ, ആശാൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് പെടി എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ സിനിമ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ ആദ്യ വാരം തന്നെ പെടിയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ആശാൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൺ നെക്സ്റ്റിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ 2 എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്ത ഈ ഒരു സിനിമ ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ പല ഭാഷകളിലും OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പരിമള ആൻഡ് കോ എന്ന സിനിമയെ പറ്റിയാണ്. ജയറാം നായകനായ തമിഴ് സിനിമയാണ് ഇത്. ഫാമിലി ഡ്രാമ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ ആദ്യ വാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദിലീപ് നായകനായ തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT സൈന പ്ലേ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ അവസാനം തന്നെ സൈന പ്ലേ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മരീചിക എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കാട്ടാളൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ കാട്ടാളൻ്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ഇക്ക എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു ഹിന്ദി ബോളിവുഡ് കോർട്ട് റൂം ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജൂലൈ 10 നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അടുത്തൊരു അപ്ഡേറ്റ് ഒബ്സഷൻ എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 25 അല്ലെങ്കിൽ ജൂൺ 23 നെറ്റ്ഫ്ലിക്സിൽ ഒബ്സഷൻ്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഹൗസ് ഓഫ് ഡ്രാഗൺ സീസൺ 3 എന്ന സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിൻ്റെ OTT ജൂൺ 22 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.